2-3 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുന്ന സമയത്ത് അത് ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. Hey all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് വരുന്നത് അല്ലേ. സോ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ചില കാര്യത്തിന്റെ പിറകിലായിരുന്നു, പിന്നെ കുറച്ച് ട്രാവലിങ്ങിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ദ ഗാർഡൻ റൂൾ ഓർ ദ ഗാർഡൻ മെത്തേഡ്. മേ ബി ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണമെന്നില്ല, കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ റൂൾ ആണ്. പക്ഷെ ഇതിന്റെ കോൺസെപ്റ്റ് ഓൾറെഡി അറിയുന്ന ആളുകളും ഉണ്ടായിരിക്കാം. സോ ഗാർഡൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിയാം എന്താണെന്നുള്ളത് അല്ലെ. മേ ബി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം എന്താണ് ഗാർഡൻ. ലോ ഓഫ് അട്രാക്ഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഗാർഡൻ വേർഡ് റിലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ചില ആളുകൾക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഞാൻ പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിൽ നല്ലൊരു പൂന്തോട്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. എന്ത് പൂന്തോട്ടമാണെന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങളടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയെടുക്കുക, ബേസ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ അല്ലെ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എന്താണ് ഈ ഒരു ബേസ്? മേ ബി പല ആളുകൾക്കും മനസ്സിലാകുന്നുണ്ടായിരിക്കണം, മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കണം. സോ ആദ്യം നമുക്ക് എന്താണ് ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ബേസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് വെക്കാൻ പോവാണെന്ന് വിചാരിക്കുക. സോ ഒരു ബേസും ഇല്ലാതെ നമ്മൾ 4 ചുമരുകൾ ഉണ്ടാക്കിയിട്ട് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാറ്റടിച്ചാൽ ഇതെല്ലാം കൂടെ തവിട് പൊടിയായിട്ട് താഴെ കിടക്കും അല്ലെ. സോ നമുക്ക് എന്ത് വേണം? സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ്, ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കണം. അതിന്റെ മേലിൽ നമ്മൾ മതിലൊക്കെ കെട്ടി ഒരു വീടാക്കി കൊണ്ടുവരുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചാലും അതങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും അല്ലെ. കാലാകാലം വേണമെന്നുണ്ടെങ്കിലും അതങ്ങനെ നിന്ന് പോയിക്കോളും അല്ലെ. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന കാര്യങ്ങൾ ക്യാരി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടോ, അല്ലെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടതും. ഓൾറൈറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒന്നും ഇല്ലാത്തൊരു പ്ലേസിൽ നിന്ന് ഒരുപാട് മണി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാന്ന് വിചാരിക്കാം. പക്ഷെ അത് ഫൈനലി ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന സമയത്ത് അത് വേണ്ട വിധത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതെങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മൾ അത്രയും ഒരു ക്യാഷ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവില്ല. സോ ക്യാഷ് ഉള്ളത് എങ്ങനെ ഒരുപാട് റീഗ്രോ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കില്ല അല്ലെ. ഇറ്റ്സ് ലൈക്ക് ഒരാൾക്കൊരു ലോട്ടറി അടിക്കുന്നത് പോലെ വളരെ ചുരുക്കം പേര് മാത്രമേ ലോട്ടറി അടിച്ചിട്ട് ആ ഒരു ക്യാഷ് വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അല്ലെ. സോ നമ്മുടെ ലൈഫിൽ നമുക്ക് ആ ഒരു എന്ത് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ സ്വപ്നങ്ങളാണ് അട്രാക്ട് ചെയ്യുന്നത്. സോ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു കാര്യമാണ് ഡെഫിനറ്റ്ലി നമ്മൾ അട്രാക്ട് ചെയ്യുക അല്ലെ. സോ അങ്ങനത്തെ ഒരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ മെന്റലി ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ആൻഡ് എനർജറ്റിക്കലി ഈ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ ചാർജ് ആയിട്ട് വരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓൾറൈറ്റ്. സോ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സ് ഒക്കെ അവെയർ ആയിട്ടിരിക്കണം. നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് ഒരു ടീച്ചർ നടന്നു വരുന്നത് പോലെ, അല്ലെങ്കിൽ ക്ലാസ് റൂമിലേക്ക് ഒരു സ്കൂളിന്റെ ഹെഡ് നടന്നു വരുന്ന സമയത്ത് എല്ലാ കുട്ടികളും അറ്റൻഷൻ ആയിട്ടിരിക്കും അല്ലെ. എല്ലാ കുട്ടികളും അവെയർ ആയിട്ടിരിക്കും, ഫോക്കസ്ഡ് ആയിട്ടിരിക്കും മെയിൻ ആയിട്ട് അല്ലെ. സോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കൺഫർമേഷൻ ആണ് നമ്മൾ സെൽഫ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. സോ നമ്മൾ സ്വയം പറയാം. സോ നമുക്ക് സ്വയം കൊടുക്കേണ്ട ഒരു കൺഫർമേഷൻ ഇതാണ്, ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് വരികയാണ്. ഈവൻ അത് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക എന്നുള്ളത് നമ്മളുടെ ശരീരത്തിലെ നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിന് ഒരു കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അത് ഫിസിക്കലി ശരീരത്തിനാണെന്നുണ്ടെങ്കിലും മനസ്സിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫീലിങ്സിനും തോട്ട്സിനും കൂടെ ആ ഒരു അറ്റൻഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. സോ അവർക്കും മനസ്സിലാവണം നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പോവാണെന്നുള്ളത്. ഓക്കെ. നമ്മൾ ഓരോ വീട്ടിലെ ഓരോ ഗാർഡൻസ് കണ്ടിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ഗാർഡനേ ഉണ്ടാവില്ല, അവര് ജസ്റ്റ് ആ ഒരു പ്ലേസ് ഒന്നും ചെയ്യാണ്ട് തന്നെ വെക്കുന്ന ആളുകളുണ്ട് അല്ലെ. ഒന്നും ഉണ്ടാവില്ല, ഒരു ചെടി പോലും, ഒരു മുൾച്ചെടി പോലും അവിടെ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഒരു ഗാർഡൻ ഉണ്ടായിരിക്കണം, പക്ഷെ ആ ഗാർഡനിൽ അവർ നട്ടിട്ടുള്ള ചെടികളും ഉണ്ടാവും, അതിനിടയ്ക്ക് ഒരുപാട് പുല്ലും ആവശ്യമില്ലാത്ത ഒരുപാട് ചെടികളും അതിനിടയ്ക്ക് ഉണ്ടാവും അല്ലെ. ആ ഒരു ഗാർഡന്റെ ഒരു ബ്യൂട്ടി ഇല്ലാണ്ടാക്കുന്ന ചില കാര്യങ്ങളും, കാട് പിടിച്ചതുപോലെ നിൽക്കുന്ന ചില ഗാർഡൻസും ഉണ്ടാവും. ചില ആളുകളുടെ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് അവിടെ എന്നോ നട്ടിട്ടുള്ള ചെടികളൊക്കെ കരിഞ്ഞു ഉണങ്ങി
നിൽക്കുന്നുണ്ടായിരിക്കണം. പകരം ഒരുപാട് പുല്ലും ഒരുപാട് ആവശ്യമില്ലാത്ത കുറ്റിക്കാടുകളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അല്ലെ. ചില ആളുകളുടേത് വളരെ അറേഞ്ച്ഡ് ആയിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗാർഡൻസ് ഉണ്ടാവും അല്ലെ. നമുക്ക് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ പ്ലസന്റ് ആയിട്ട് തോന്നുന്ന ഗാർഡൻസ് ഉണ്ടാവും. സോ അവിടെ ആവശ്യമില്ലാത്ത ഒരു ചെടി പോലും ഒരു പുല്ല് പോലും അവിടെ ഉണ്ടാവില്ല. കാരണം അവര് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കണം അത് അല്ലെ. ഇതുപോലെയാണ് നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇമാജിൻ നമ്മളുടെ മൈൻഡ് ഒരു ലാൻഡ് ആണെന്ന് വിചാരിക്കുക. അവിടെ എന്ത് നട്ടാലും അത് ഗ്രോ ചെയ്തു വരും. ഒന്നും നട്ടില്ല, നമ്മൾ ഇന്റൻഷനലി ഒന്നും നട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്തൊക്കെയാണോ വീഴുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വീഴുന്ന കാര്യങ്ങള് ഒരു വിത്തുകളായിട്ട് അത് അവിടെ വളർന്നു വരും. അത് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത ചെടികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന വിത്തുകളായിരിക്കാം അവിടെ തന്നെ വളർന്ന് വലുതായി നമ്മളെ തന്നെ ഇല്ലാതാക്കുക. നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും പറയല്ലോ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, അതാണ് നമ്മൾ. ഓക്കെ, സോ ഈ ഒരു ഗാർഡന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെന്നുണ്ടെങ്കിലും സീഡ് ചെയ്യാം. സോ ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അവിടെ ഒരു ലിമിറ്റേഷനും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സീഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ പ്ലാന്റ് ചെയ്യാം. എത്ര എക്സ്പെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സീഡാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് പ്ലാന്റ് ചെയ്യാം. പക്ഷെ എങ്ങനെയാണ് നമ്മളൊരു ചെടിയുടെ വിത്ത് കുഴിച്ചിട്ട് പിറ്റേന്ന് തന്നെ അത് തഴച്ചു വളരാനൊന്നും പോകുന്നില്ല അല്ലെ. 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ മാസം കൊണ്ടോ അത് വളർന്നോളണം എന്നില്ല അല്ലെ. സോ ഓരോ ചെടികളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഓരോ ആഗ്രഹത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം ഉണ്ട്. നമ്മൾ ഒരു ചെറിയൊരു ചെടി നട്ടത് വളരുന്നത് പോലെയല്ല ഒരു തെങ്ങൊക്കെ നട്ടിട്ട് വളരുന്നത് അല്ലെ. അത് വളർന്നു വരാൻ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം ഉണ്ട്. പക്ഷെ അത് വളർന്നു വന്നാലോ അത് ഒരുപാട് കാലം നിൽക്കുന്ന ഒരു കാര്യമാണ്, ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. പെട്ടെന്ന് വളരുന്ന ചെടിയേക്കാൾ കൂടുതൽ കരുത്തിട്ട് നിൽക്കുന്നതാണ് ഇതുപോലെ സമയമെടുത്ത് വളരുന്ന കാര്യങ്ങൾ എന്നുള്ളത് അല്ലെ. സോ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു തോട്ട്സ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, സോ നിങ്ങളുടെ ഒരു വലിയൊരു ഡ്രീം നിങ്ങളുടെ മനസ്സിൽ സീഡ് ചെയ്യുന്ന സമയത്ത് ഓൾ ഓഫ് സഡൻ അത് വളരില്ല. അത് സമയം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ എന്തൊക്കെ എഫേർട്സ് കൊടുത്തിട്ടും അത് ഗ്രോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു മാറ്റം ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കീപ് ട്രൈയിങ് ദാറ്റ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. എപ്പോഴും ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ വലിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം ഉണ്ട്. പക്ഷെ അത് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അതിന്ന് ഒരുപാട് കാര്യങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്ന് ഒരുപാട് പ്രോസ്പെരിറ്റി ഉണ്ടാവാണ്. ജസ്റ്റ് ലൈക്ക് ഒരു മാംഗോ ട്രീ ഉണ്ടാവുന്നത് പോലെ, ഒരു തെങ്ങ് വളരുന്നത് പോലെ. തെങ്ങ് വളർന്ന സമയത്ത് അതിന്ന് ഒരുപാട് കോക്കനട്ട്സ് ഉണ്ടാവും ആൻഡ് വീണ്ടും അത് നമുക്ക് സീഡ് ആക്കാൻ പറ്റും. നമുക്ക് അതിന്ന് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലെ. ലൈഫ് ലോങ് പ്രോസ്പെരിറ്റിയാണ് പിന്നീട് സംഭവിക്കുന്നത് അല്ലെ. സെയിം ലൈക്ക് ദാറ്റ്. ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കൊരു പറമ്പ് ഉണ്ട്. സോ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുക, മേ ബി ആ ഒരു മണ്ണൊക്കെ കുറച്ചുകൂടെ കിളച്ച് ഒന്നുകൂടെ സോഫ്റ്റ് ആക്കി വിത്തിനൊക്കെ നിൽക്കാൻ പറ്റുന്ന ഭാഗമാക്കി എടുക്കണം അല്ലെ. സോ ഒരു ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ആദ്യത്തെ പണികൾ കുറച്ച് ടഫായിരിക്കും അല്ലെ. മണ്ണ് അതിന് വേണ്ടിയിട്ട് ഒരുക്കണം, വളമിടണം, സീഡ് വെക്കണം അല്ലെ. സോ ഈ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു എഫേർട്ട് ആ ഒരു കാര്യത്തിന് കൊടുക്കണം. ആദ്യം നമ്മൾ ചെയ്തതിനെക്കാട്ടും എഫേർട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും പിന്നീട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ ദിവസവും ആ ഒരു എഫേർട്ട് ഇനീഷ്യൽ ഡേയ്സിൽ പോലെയല്ല അല്ലെ. കുറച്ച് ആ ഒരു സ്ട്രഗിള് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ. സെയിം ലൈക്ക് ദാറ്റ് നമ്മളൊരു പുതിയൊരു ഹാബിറ്റിലേക്ക് വരുന്ന സമയത്ത്, പുതിയൊരു കാര്യം നമ്മുടെ മൈൻഡിനെ പഠിപ്പിക്കുന്ന സമയത്ത് ഇനീഷ്യലി നമുക്ക് കുറച്ച് സ്ട്രഗിൾ ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് പിന്നീട് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ പിന്നീട് അത് സ്ലോലി നമ്മൾ പോലും അറിയാതെ അത് തന്നെ നമ്മളുടെ ഉള്ളിൽ തന്നെ വളർന്നു വരുന്ന ഒരു കാര്യമാണ്. ഈ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ്, ബിലീവ് എന്നൊക്കെ പറയുന്നത് ഒരു ആവശ്യമില്ലാതെ മുളയ്ക്കുന്ന പുല്ല് പോലെയാണ്. ഈ ഇത്തിൽ കണ്ണിയൊക്കെ പോലെ. അതിന് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്തു കൊടുക്കണ്ട. അത് എവിടെ കിടന്നിട്ടാണെന്നുണ്ടെങ്കിലും തന്നെ വളർന്നു പോയിക്കോളും അല്ലെ. നെഗറ്റീവ് തോട്ട്സും അങ്ങനെയാണ്. അത് പെട്ടെന്ന് തന്നെ വളരും, ആവശ്യത്തിൽ കൂടുതൽ അത് വളരും, നമ്മളെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും, ഓരോ ചെടികളൊക്കെ നശിപ്പിക്കുന്നത് പോലെ തന്നെ. ഇതൊക്കെയാണ് ഒരു ഇനീഷ്യൽ ടൈമിൽ നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റീപ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ഒരു 21 days നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. സോ നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ, നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് അതുവരെ ആ ലാൻഡിൽ തന്നെ വളർന്നിട്ടുള്ളതോ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറെ ചെടികൾ ഉണ്ടാവും അല്ലെ. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും, നിങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരിക്കണം. ആൻഡ് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടായിരിക്കണം. നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ടായിരിക്കണം, വേരുറച്ച് നിൽക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ഫീലിങ്സ്
എല്ലാം ഉണ്ടായിരിക്കണം, വിശ്വാസങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇത് എത്ര ഹാർഡ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ എറിഞ്ഞു കളയാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലെ. ആ ഒരു ഭൂമി, ആ ഒരു മനസ്സ് അതിന് വേണ്ടിയിട്ട് ഒരുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ഒരു സീഡിന്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നത് നമ്മളുടെ ഒരു വിശ്വാസമാണ്. അത് നമ്മൾ എത്രത്തോളം വിശ്വാസമായിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണമേന്മ നിശ്ചയിക്കുന്നത്. സോ അവിടെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ വരുന്ന ഒരു 21 days നിങ്ങളുടെ ഒരു ഗാർഡനിലേക്ക് നിങ്ങൾ നോക്കുക. വിച്ച് മീൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് നോക്കുക, നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നിങ്ങളുടെ നെഗറ്റീവ് ബിലീവ്സ്, നിങ്ങൾ എത്ര കാലമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നെഗറ്റീവ് ബിലീവ്സ് എന്താണ്, ലിമിറ്റിംഗ് ബിലീവ്സ് എന്തൊക്കെയാണ്, നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ ആഗ്രഹത്തിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ഉണ്ടാക്കാൻ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നതോ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഹാബിറ്റ് എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് സ്ലോലി അതൊക്കെ ആ ഒരു ഗാർഡനിൽ പറിച്ചു കളയാം. ഓക്കെ, സി ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എല്ലാം പറിച്ചു കളയാൻ സാധിക്കില്ല, അത് പിന്നീടും വളർന്നുകൊണ്ടിരിക്കും അല്ലെ. സോ ഒരു മെയിൻ്റെനൻസ് നമുക്ക് എപ്പോഴും വേണം. എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയാണ്, ആ ഒരു ഇനീഷ്യൽ ടൈമിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് മാത്രമാണ് നിങ്ങൾക്ക് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക. പിന്നീട് നമ്മൾ ആ ഒരു കാര്യത്തിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടും എക്സ്പേർട്ട് ആയിട്ടും വരുന്നതാണ്. സോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഈ ഒരു സമയത്ത് എത്ര ഇമ്പോസിബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിലായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സീഡ് നടേണ്ടത് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയാണ്, നിങ്ങളുടെ ഒരു ഓത്തന്റിക് നേച്ചറാണ്. ഓക്കെ, സി ഇത് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു ചേഞ്ച് ആക്ച്വലി നിങ്ങളുടെ എൻറ്റയർ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ച് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, ഫലപ്രദമായിട്ടുള്ള ഒരു സീഡ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അത് ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിനും മനസ്സിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട് അല്ലെ, വൈബ്രേഷൻ, ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. സോ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈവൻ അത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സീഡ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന്റെ ഒരു സീഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി അത് ഏറ്റവും ഗുണമേന്മയാക്കി നിങ്ങൾ കൊണ്ടുവരിക, ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ആൻഡ് ഓരോ ദിവസവും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ലൈക്ക് നമ്മളൊരു കാര്യം സീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം എല്ലാ ദിവസവും അല്ലെ. ഒറ്റ ദിവസം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നാൽ ഒന്നും അവിടെ വളരാൻ പോകുന്നില്ല അല്ലെ. 2-3 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുന്ന സമയത്ത് അത് ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. സോ ഓരോ ദിവസവും കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ഒരു 1 minute ടൈം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫ്രീക്വൻറ്റിലേക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ റൈറ്റ് ആയിട്ടാണ് നിങ്ങൾ അത് ഗ്രോ ചെയ്ത് കൊണ്ടുവരുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, എല്ലാ കാര്യങ്ങളും അവിടെ വളരും. ഓക്കെ, സോ ചില കാര്യത്തിന് അതിൻ്റെതായിട്ടുള്ള ടൈം ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് അത്ര ഒരു പ്രഷ്യസ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീം, ചില കാര്യത്തിന് ആ ഒരു സമയം വേണം, അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു കാര്യത്തിന് ആ ഒരു ടൈം വേണം, എഫേർട്ട് വേണം. ഈസി ആയിട്ട് സംഭവിക്കില്ല അല്ലെ. ഈസി ആയിട്ട് സംഭവിച്ചാൽ നമുക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല അല്ലെ. പക്ഷെ അത് വളർന്ന് വലുതായാലോ അത് ലൈഫ് ലോങ് നമുക്ക് ആ ഒരു പ്രോസ്പെരിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അല്ലെ. എപ്പോഴും ഉണ്ടാവും അവിടെ. ഇറ്റ്സ് ലൈക്ക് ഒരു തെങ്ങ് ഉണ്ടാവുന്നത് പോലെ തന്നെ. ഒറ്റ പ്രാവശ്യം മാത്രമല്ല തെങ്ങ് നമുക്ക് തേങ്ങ തരും അല്ലെ, എല്ലാ സീസണിലും തരും. ആൻഡ് അത് നമുക്ക് വീണ്ടും 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 റീഗ്രോ ചെയ്യാൻ സാധിക്കും അല്ലെ. സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. സോ ഈ ഒരു ഗാർഡൻ റൂൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്ത് മാറ്റാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് എന്നുള്ളത് പറയാൻ മറക്കരുത്. ആൻഡ് ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അറിയണം അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മളിത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ് ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ.